DCC പുനഃസംഘടനയ്ക്കായി തകൃതിയായി ചർച്ചകൾ നടക്കുന്നതിനിടെ ലിസ്റ്റിൽ ഇടം നേടി പഴയ പടക്കുതിരകൾ. തിരുവനന്തപുരത്ത് ഒരുവിധം പാലോട് രവി ഇറങ്ങിയപ്പോൾ പകരം എറണാകുളത്ത് അജയ് തറയിലും, ഇടുക്കിയിൽ S അശോകനും, കോട്ടയത്ത് ഫിലിപ്പ് ജോസഫും, തിരുവനന്തപുരത്ത് N ശക്തനും ശരത്ചന്ദ്ര പ്രസാദും പോലുള്ള നേതാക്കൾ വീണ്ടും ലിസ്റ്റിൽ കയറിക്കൂടിയതായാണ് റിപ്പോർട്ടുകൾ. തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പാർട്ടിയുടെ മുഖമിനുക്കാനാണ് പുനഃസംഘടന എന്ന് പറയുമ്പോഴും പ്രായാധിക്യമോ ആരോഗ്യ പ്രശ്നങ്ങളോ പ്രവർത്തന മുരടിപ്പോ കൊണ്ടൊക്കെ കാലങ്ങളായി പാർട്ടിയിൽ സജീവമല്ലാത്ത ചില പഴയ മുഖങ്ങൾ പോലും പുനഃസംഘടനാ ലിസ്റ്റിൽ ഇടം പിടിച്ചതെന്നാണ് വിരോധാഭാസം. അടുത്തിടെ നിയമനം നടത്തിയ തൃശൂർ DCC ഒഴികെയുള്ള 13 DCCകളിലും പുനഃസംഘടിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് നേതൃത്വം നീങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. എല്ലാ ജില്ലകളിലെയും യൂത്ത് കോൺഗ്രസിലൂടെയും KSUവിലൂടെയും കഴിവ് തെളിയിച്ച ശക്തമായ ഒരു നേതൃത്വ നിര തന്നെ ഒരു പതിറ്റാണ്ടിലേറെ കാലമായി അവസരം കിട്ടാതെ കാത്തുകിടക്കുമ്പോഴാണ് എല്ലാം നിർത്തി വീട്ടിൽ കയറിയ ചിലരെ പുതപ്പിനടിയിൽ നിന്നും വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ടുള്ള വരവ്. ഗ്രൂപ്പ് സമുദായ പരിഗണനകളുടെ പേരിലാണ് ഇത്തരക്കാർ വീണ്ടും ലിസ്റ്റിൽ കയറിക്കൂടിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മണക്കാട് സുരേഷ്, K ശബരിനാഥൻ, VS ശിവകുമാർ, ചെമ്പഴന്തി അനിൽ എന്നിവർക്കൊപ്പമാണ് ശക്തനും ശരത്ചന്ദ്ര പ്രസാദും ഒക്കെ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. കൊല്ലത്ത് ജ്യോതികുമാർ ചാമക്കാല, സൂരജ് രവി, MM നസീർ, അഡ്വക്കേറ്റ് P ജെർമിയാസ്, എരൂർ സുഭാഷ് എന്നിവർക്കൊപ്പം തൊടിയൂർ രാമചന്ദ്രൻ എന്ന പഴയ നേതാവും ലിസ്റ്റിലുണ്ട്. പത്തനംതിട്ടയിൽ പഴകുളം മധുവിനൊപ്പം അനീഷ് വരിക്കണ്ണാമല, S സുരേഷ് കുമാർ, ജോർജ് മാമൻ എന്നിവരും ലിസ്റ്റിൽ ഇടം പിടിച്ചു. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നോമിനിയായി ഫിൽസൺ മാത്യൂസ് ലിസ്റ്റിൽ ഒന്നാമനായപ്പോൾ കത്തോലിക്ക പ്രാതിനിധ്യം എന്ന മറുവാദവുമായി ചാണ്ടി ഉമ്മനും രംഗത്തുണ്ട്. ഫിൽസൺ യാക്കോബായ സഭാംഗമായതിനാൽ അദ്ദേഹത്തെ പരിഗണിച്ചാൽ മറ്റെവിടെയെങ്കിലും ഓർത്തഡോക്സ് പരിഗണന വേണ്ടിവരുമെന്നതും ഫിൽസണ് എതിരാണ്. കത്തോലിക്ക പ്രാതിനിധ്യം കോട്ടയത്ത് പരിഗണിച്ചാൽ DCC വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ ബിജു പുന്നത്താനത്തിന് നറുക്കുവീഴും. പാലാക്കാരൻ എന്നതും ബിജുവിന് ഗുണം ചെയ്യും. അപ്പോഴും സജീവ രാഷ്ട്രീയത്തില്ലാത്ത അഡ്വക്കേറ്റ് സിബി ചേനപ്പാടിയുടെ പേരും പഴയകാല നേതാവ് ഫിലിപ്പ് ജോസഫിന്റെ പേരുമൊക്കെ ലിസ്റ്റിൽ ഇടം പിടിച്ചത് കൗതുകമായി. ഇതേ അവസ്ഥയാണ് ഇടുക്കിയിലും. അവിടെയും പഴയകാല നേതാവ് അഡ്വക്കേറ്റ് S അശോകന്റെ പേരിനാണ് മുൻതൂക്കം. കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിലെത്തിയ ജോയി വെട്ടിക്കുഴി, ബിജോ മാണി എന്നിവരെയും ഇടുക്കിയിൽ പരിഗണിക്കുന്നുണ്ട്. ഈഴവ പ്രാതിനിധ്യം ഇടുക്കിയിൽ പരിഗണിച്ചാൽ അശോകനാണ് മുൻഗണന. KS അരുൺ മാസ്റ്ററെ പോലുള്ള ജനപിന്തുണയുള്ള യുവനേതാക്കൾ ആ വിഭാഗത്തിൽ നിന്ന് ഉള്ളപ്പോഴാണ് ഓടിത്തളർന്ന ആളുകളുടെ പേരുകൾ പാർട്ടി പരിഗണിക്കുന്നത്. എറണാകുളത്ത് മുൻ MLA VP സചീന്ദ്രനാണ് മുൻഗണന. MR അഭിലാഷ്, സക്കീർ ഹുസൈൻ എന്നിവർക്കൊപ്പം പഴയ നേതാവ് അജയ് തറയിലും ഇവരുടെ ലിസ്റ്റിൽ കയറിക്കൂടി. പാലക്കാട് I ഗ്രൂപ്പിന്റെ നോമിനിയായി PV രാജേഷ് ആണ് പരിഗണനയിലുള്ളത്. സുമേഷ് അച്യുതൻ, ബാലഗോപാൽ എന്നിവരാണ് പരിഗണിക്കപ്പെടുന്ന മറ്റുള്ളവർ. മലപ്പുറത്ത് റിയാസ് മുക്കോളിയുടെയും കോഴിക്കോട് PM നിയാസിന്റെയും പേരുകൾക്കാണ് മുൻതൂക്കം. കോഴിക്കോട് K ജയന്തിന്റെ പേരും ലിസ്റ്റിലുണ്ട്. വയനാട് DJ ഐസക്, PD സജി, ഷംസാദ് മരക്കാർ എന്നിവർക്കാണ് പരിഗണന. കാസർഗോഡ് K നീലകണ്ഠൻ, BM ജമാൽ എന്നിവരും പരിഗണിക്കപ്പെടുന്നു. കണ്ണൂരിൽ മുൻ മേയർ TO മോഹനനാണ് മുൻഗണന. K സുധാകരന്റെ പിന്തുണയാണ് കണ്ണൂരിൽ പ്രധാനം. സുരേഷ് ബാബു ഇളയാവൂരിന്റെ പേരും ഇവിടെ ലിസ്റ്റിലുണ്ട്. ഓഗസ്റ്റ് 10-നകം ലിസ്റ്റ് പുറത്തിറക്കാനാണ് നേതൃത്വത്തിന് തീരുമാനം. ഒപ്പം KPCC ഭാരവാഹികളുടെ ലിസ്റ്റും പുറത്തുവരും. പാർട്ടിയിൽ നിരവധി അവസരങ്ങൾ ലഭിച്ച പ്രവർത്തകർ കേട്ടുമടുത്ത അജയ് തറയിൽ, S അശോകൻ, തൊടിയൂർ രാമചന്ദ്രൻ, ഫിലിപ്പ് ജോസഫ്, T ശരത്ചന്ദ്ര പ്രസാദ് എന്നിവരൊക്കെ ലിസ്റ്റിൽ ഇടം പിടിച്ചതിൽ അതാത് ജില്ലകളിൽ പരക്കെ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. പാർട്ടിയിൽ സജീവമല്ലാത്ത പേരുകൾ ലിസ്റ്റിൽ കടന്നുകൂടിയതും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്.